അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എൻ അമ്മയോടൊപ്പം. അമ്മയെ അറിയാം എൻ യേശുവോടൊപ്പം, യേശുവെ അറിയാം എൻ അമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. സ്നേഹമുള്ളവരെ, എന്നെക്കാളും എല്ലാ അർത്ഥത്തിലും ശ്രേഷ്ഠരായ നിങ്ങളുടെ മുൻപിൽ നിൽക്കാനും കർത്താവിൻ്റെ തിരുവചനങ്ങൾ പങ്കുവയ്ക്കുവാനും കർത്താവ് നൽകിയ ഈ മനോഹരമായ സമയത്തെ ഓർത്ത് ഞാൻ ആദ്യമായി ഈശോയ്ക്ക് നന്ദി പറയുന്നു. ബേബി ജോൺ പ്രസംഗിക്കുന്ന സമയത്ത് ഞാനിവിടെ ആരാധനാ ചാപ്പലിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഈശോയോടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഗസമേൻ മരിയൻ കൺവെൻഷനിൽ പ്രഗത്ഭരായിട്ടുള്ള വചന ശുശ്രൂഷകൾക്കിടയിൽ എന്തുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്? അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് നൽകിയ ഒരു ചിന്ത, ഞാൻ ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടിയത് 90-ലാണ്. അത് കൊളുത്തുവയൽ ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ ഒരു മെഡിക്കൽ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു, തൃശ്ശൂർ ഇൻഡോ ഫ്രഞ്ച് ലബോറട്ടറീസിൽ. അപ്പം ആദ്യമായിട്ട് കരിസ്മാറ്റിക് ധ്യാനം കൂടിയത് കൊളുത്തുവയലിലാണ്. വർക്കിയച്ഛൻ നയിച്ച ഒരു ധ്യാനമായിരുന്നു. എനിക്ക് കരിസ്മാറ്റിക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്നോട് കൗൺസിലിങ്ങിന് ചെല്ലാനായിട്ട് പറഞ്ഞു. 29 വർഷങ്ങൾക്ക് മുൻപ്, എന്ന് ഇച്ചിരി ഏജായി, അന്ന് വെരി യങ്. അപ്പോൾ കൗൺസിലിംഗ് ചെയ്തത് റോസലക്സ് സിസ്റ്ററാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ ആദ്യം സിസ്റ്ററെയാണ് കണ്ടത്. മുകൾ ഭാഗത്ത് സിസ്റ്റർ പ്രാർത്ഥനയിൽ ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞത്, അനി ജോർജ്, ദൈവരാജ്യ വേല ചെയ്യാനുള്ളൊരു വിളി ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക വിളിയാണെന്നുള്ള ഒരു ബോധ്യപ്പെടുത്തൽ സിസ്റ്റർ നൽകി. പക്ഷെ ഞാനത് ഗൗനിച്ചില്ല. അങ്ങനെ 90-ലെ ധ്യാനമെല്ലാം കഴിഞ്ഞ് 2 വർഷക്കാലം ഈ സന്ദേശം എന്നെ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ അസ്വസ്ഥത സഹിക്കാൻ പറ്റാതായപ്പോൾ 92-ല് ജോലി രാജിവെച്ച്. അന്ന് മഞ്ഞാക്കലച്ചനായിരുന്നു. ദൈവരാജ്യ വിളി ഉണ്ടെന്നുള്ള ഉറപ്പിലേക്കും 2 തോണിയിൽ സഞ്ചരിക്കരുത്, 1 തോണി തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ 92-ല് ജോലി രാജിവെച്ചു. 94 വരെ തൃശ്ശൂർ അതിരൂപതയിൽ പ്രവർത്തിച്ചു. 94-ൽ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് സ്നേഹത്തോടെ വിളിച്ചു. ഇന്നും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലും പോട്ടാശ്രമത്തിലും ജെറുസലേം ധ്യാന കേന്ദ്രത്തിലും കൊളുത്തുവയൽ സിസ്റ്റേഴ്സിൻ്റെ ജോർദാനിയ ധ്യാന കേന്ദ്രത്തിലും ഇടയ്ക്ക് സെഹിയോനിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. തനിച്ചൊരു ടീമില്ല.
എൻ്റെ ആത്മീയ ഗുരു ആദ്യം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഒറ്റ കാര്യമാണ്: ധ്യാന ഗുരുക്കന്മാരും ധ്യാന കേന്ദ്രങ്ങളുമായി ചേർന്ന് നിന്ന് മാത്രമേ ജീവിതത്തിൽ ശുശ്രൂഷ ചെയ്യാവൂ. അതുകൊണ്ടാണ് ഇന്നും ദൈവശുശ്രൂഷയിൽ ഉറച്ചു നിൽക്കാൻ കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു മരിയ ഭക്തനാണ്. ഒരിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഈ ഭൂമിയിലെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അന്വേഷണം ദൈവത്തെ അന്വേഷിക്കലായിരിക്കണം. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ ദൈവത്തെ കണ്ടെത്തലായിരിക്കണം. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രേമം ദൈവത്തെ പ്രേമിക്കലായിരിക്കണം. ഇതാണ് എൻ്റെ ജീവിതം. ഒരു വചനമാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്. യേശുവിൻ്റെ ജനനത്തിന് തൊട്ടു മുൻപ് ജെറുസലേമിൽ സംഭവിച്ചൊരു സംഭവത്തിൻ്റെ ഓർമ്മ. യേശുവിൻ്റെ ജനനത്തിന് തൊട്ടു മുൻപുള്ളൊരു സംഭവമാണ്. ഈ സംഭവം നടന്ന വ്യക്തിയുടെ പേര് ശിമയോൻ എന്നാണ്. ശിമയോനെക്കുറിച്ച് ബൈബിളിൽ ഒറ്റ വാക്കാണ് പറയുന്നത്: അവൻ നീതിമാനും ദൈവഭയമുള്ളവനും ആയിരുന്നു. ഇനി യേശുവിൻ്റെ ജനനത്തിന് മുൻപ് ജെറുസലേം പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഓരോ നീതിമാൻ്റെ ജീവിതത്തിലും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു ദർശനമുണ്ടായിരുന്നു, ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. എന്താണത്? പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ലോകം മുഴുവനെയും സമഗ്രമായി രക്ഷിക്കുവാൻ ദൈവം അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത രക്ഷകനായ ക്രിസ്തുവിനെ ഒന്ന് കണ്ടിട്ട് വേണം മരിക്കാൻ. ആ സ്വപ്നവുമായി ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ശിമയോൻ. ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് ശിമയോൻ്റെ അരികിൽ വന്ന് പറഞ്ഞു: ശിമയോൻ, ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, നീ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രക്ഷകനായ ക്രിസ്തുവിനെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടേ നീ മരിക്കൂ. ആമേൻ. ഉറക്കെ പറ. ഈ പ്രൈസിലോട് പറഞ്ഞ് ചിലർക്കൊക്കെ ഒരു ഭാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ആമേൻ പറയാം. ആമേൻ. സിസ്റ്റേഴ്സ് നല്ലതുപോലെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പറഞ്ഞേക്ക് ആമേൻ. എന്തൊരു വലിയ വാഗ്ദാനമായതല്ലേ, അല്ലേ? വരാനിരിക്കുന്ന രക്ഷകനെ കണ്ടിട്ടേ നീ മരിക്കൂ എന്ന ഉറപ്പ് യേശുവിൻ്റെ ജനനത്തിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു നീതിമാന് ലഭിക്കുകയാണ്. അപ്പോൾ ഈ വാഗ്ദാനം എന്താണ്? യേശുവിൻ്റെ ജനനത്തിന് മുൻപ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനമായിരുന്നു അത്. ഇനി ആർക്കും കിട്ടത്തില്ല. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആൾ കിട്ടാവുന്ന ഏറ്റവും വലിയ ദൈവിക വാഗ്ദാനം എന്താണ്? പോയവൻ അതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞാൽ പോയത്. വരാനിരിക്കുന്നവനെ നീ കണ്ടിട്ടേ മരിക്കൂ എന്ന് ആർക്കെങ്കിലും ഈ കാലഘട്ടത്തിൽ വെളിപ്പെടുത്തൽ കിട്ടിയാൽ എൻ്റെ ഫോൺ നമ്പർ ഇവിടെ സിസ്റ്റേഴ്സിൻ്റെ അടുക്കുണ്ട്, എന്നെ ഒന്ന് അറിയിക്കണം, ഒന്ന് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. ഇതായിരിക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള വചനപ്രഘോഷകരായിട്ടുള്ള അഭിഷിക്തര് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും ആത്മധൈര്യം ഇല്ല അതേക്കുറിച്ച് മിണ്ടാൻ. ഇച്ചിരി ആത്മധൈര്യം പലർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരാറായി ഒരുങ്ങിക്കോ എന്നുള്ള സന്ദേശം. ആമേൻ. അപ്പം ആ സമയം മുതൽ ശിമയോൻ എന്താണ് ചെയ്തത്? തീവ്രമായ ആഗ്രഹത്തിൽ, തീഷ്ണമായ പ്രാർത്ഥനയിൽ രക്ഷകനെ കണ്ടിട്ടേ ഞാൻ മരിക്കൂ എന്ന ഉറപ്പിൽ കാത്തിരിക്കുകയാണ്. ഇനി ഈശോ ജനിച്ചു. മാതാപിതാക്കൾ ഈശോയെ പതിവ് പോലെ ജെറുസലേം ദേവാലയത്തിൽ സമർപ്പിക്കുവാൻ കൊണ്ടുവന്നപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിമയോനോട് പറഞ്ഞു: ശിമയോൻ, യേശു ഇപ്പോൾ അവൻ്റെ മാതാപിതാക്കളോടൊപ്പം ജെറുസലേം ദേവാലയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതറിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ശിമയോൻ ജെറുസലേം ദേവാലയത്തിലെത്തി. ശിശുവായ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ കൈകളിലെടുത്ത് നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അരികിൽ ചെന്ന് ആ യേശുവിനെ സ്വന്തം കൈകളിൽ ഏറ്റുവാങ്ങി ആ യേശുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ആത്മാവിൽ നിറഞ്ഞ ശിമയോൻ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് 2 പ്രവചനങ്ങളെന്ന് നമുക്ക് പറയാം. ഈ 2 പ്രവചനങ്ങളിലൊരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു പ്രത്യേക ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് ശിമയോൻ പറഞ്ഞത്,
എൻ്റെ കർത്താവേ, എന്നെ സമാധാനത്തിൽ നീ വിട്ടയക്കണമേ. കാരണം സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞത്, ഇത് ഇസ്രായേലിൻ്റെ മഹിമയും വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളവും ആണ്. ആമേൻ. ഈ സംഭവം എന്തിനാണ് ഗത്സമേൻ മരിയൻ കൺവെൻഷനിൽ കർത്താവ് ഇന്ന് എന്നോട് പ്രഘോഷിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടിയുണ്ട്. സ്വീകാര്യമായ സമയത്ത് രക്ഷകനായ യേശുവിനെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനും അറിയാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും പ്രഘോഷിക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശിമയോനെ ജെറുസലേം ദേവാലയത്തിലേക്ക് ആകർഷിച്ച് നയിച്ചു കൊണ്ടുപോയതുപോലെ സ്വീകാര്യമായ സമയത്ത് ഗത്സമേൻ ധ്യാന കേന്ദ്രത്തിൽ ദൈവമായ കർത്താവ് 4 ദിവസം ഈ മരിയൻ കൺവെൻഷൻ വെച്ച് നിങ്ങളിവിടെ ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ശിമയോൻ കണ്ട, അറിഞ്ഞ, അനുഭവിച്ച, സ്വന്തമാക്കിയ, പ്രഘോഷിച്ച ക്രിസ്തുവിനെ നാം ആയിരിക്കുന്ന ജീവിത വെളിയിൽ നിന്നുകൊണ്ട് കൂടുതൽ ആഴങ്ങളിലൊന്ന് കാണാനും അറിയാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും പ്രഘോഷിക്കാനും വേണ്ടിയാണ്. ഈ 5 കാര്യങ്ങളിൽ 4 ഈ ധ്യാനത്തിൽ സംഭവിച്ചാലേ 5-ാമത്തേത് സംഭവിക്കൂ. സംഭവിക്കേണ്ട 4 കാര്യങ്ങൾ: കാണുക, അറിയുക, അനുഭവിക്കുക, സ്വന്തമാക്കുക. സംഭവിക്കേണ്ട 5-ാമത്തെ കാര്യം, സ്വന്തമാക്കിയ ക്രിസ്തുവിനെ എൻ്റെ ജീവിത വെളിയിൽ നിന്നുകൊണ്ട് ഞാൻ ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ജീവിതം വഴി പങ്ക് വെച്ച് കൊടുക്കുക. ആമേൻ. ഈ 5 നിയോഗങ്ങൾക്ക് വേണ്ടി കൺവെൻഷനിൽ ആര് പ്രാർത്ഥിക്കുന്നുവോ അവർ ഭാഗ്യവാന്മാർ. ആമേൻ. ആരാണ്? അപ്പോൾ ഈ 5 നിയോഗങ്ങൾക്ക് വേണ്ടി അല്ലാതെ പ്രാർത്ഥിക്കുന്നവരോ ഒന്നുകിൽ ഭാഗ്യവാൻ, അല്ലെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ വിശ്വസിക്കുന്നു ഗത്സമേൻ ധ്യാന കേന്ദ്രത്തിൽ വരുന്നവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ആരാണ് മറ്റുള്ളവർ? അതിന് പൗലോസ്ലീഹ ഒരു മറുപടി നൽകുന്നുണ്ട്. 1 കൊരിന്തോസ് 15:19 അതിൽ ഇത്രേ പറയുന്നുള്ളൂ, സിമ്പിൾ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവർ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മറ്റെല്ലാവരെക്കാളും നിർഭാഗ്യവാന്മാർ ആണ്. പ്രൈസ് ദി ലോർഡ്. ഡിവൈനിലൊരു ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങും, ഒരു വല്യമ്മിച്ച് പുറകിൽ ഓടി വരിക. എനിക്ക് ആ അമ്മച്ചിമാർ ഓടി വരുന്ന കാണുമ്പം ഭയങ്കര ടെൻഷനാണ്. ഞാനാണെങ്കിൽ ഹൈറ്റ് ഉള്ളത് കൊണ്ട് ഹൈ സ്പീഡിൽ ഓടുന്ന ആളാണ്, ആരും പുറകിൽ വരാതിരിക്കാനായിട്ട്. അപ്പം നല്ല വെളുത്ത മുടിയൊക്കെ ആയിട്ടൊരു അമ്മച്ചി ഓടി വരികയാണ്. നല്ല കഥപ്പുണ്ട്. ഞാൻ സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് അമ്മച്ചി പറഞ്ഞു, മോനെ പ്രസംഗമൊക്കെ വളരെ നന്നായിട്ടുണ്ട്. അമ്മച്ചി കൂട്ടിച്ചേർത്ത്, ഇതെൻ്റെ 148-ാമത്തെ ധ്യാനമാണ് മോനെ. 2 കൂടിയ 1.5 സെഞ്ചുറി ആയല്ലോ എന്ന് പറയണമെന്ന് തോന്നി. സെഞ്ചുറിയുടെ അർത്ഥം അറിയാത്ത അമ്മച്ചിയോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഉടനെ അമ്മച്ചിയുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ പ്രശ്ന സങ്കീർണതകളെക്കുറിച്ച് ശ്വാസം വിടാതെ വിവരിച്ചിട്ട് ഒറ്റ വാക്കിലൊരു ചോദ്യത്തോടെ അവസാനിപ്പിച്ചു, ഈ ക്രിസ്തു എവിടെയാ? വേർ ഈസ് ക്രൈസ്റ്റ്? ധ്യാനം 148. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കരിസ്മാറ്റിക്കിൻ്റെ ചില പ്രതീകങ്ങളാണ് ഈ അമ്മച്ചി. എന്നോട് പറഞ്ഞ, മോനെ എൻ്റെ തലയിലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ തൃശ്ശൂരാണ് താമസിക്കുന്ന, എൻ്റെ ഒറിജിൻ പാലക്കാടാണ്. തൃശ്ശൂർക്കാരെ എപ്പോഴും എന്തുട്ടാന്ന് പറയും. ഞാനും കർത്താവിനോട് ചോദിച്ചു, അമ്മച്ചിക്ക് വേണ്ടി എന്തുട്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആത്മാവുള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു, കർത്താവെ ഈ ധ്യാനത്തിലെങ്കിലും ഈ അമ്മച്ചിയുടെ കൂടെ നീ കൂടണമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്ന് സിസ്റ്റർ പ്രാർത്ഥനയിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു, എത്ര ധ്യാനം കൂടിയിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ആത്മപരിശോധന ചെയ്യാൻ. എന്നിട്ട് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കൂടിയിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധന കൂടി നമ്മിലുണ്ടാകണം. ഈ ഗത്സമേൻ പ്രാർത്ഥന, ഈ ഗത്സമേൻ ധ്യാനം യേശു നമ്മുടെ ജീവിതത്തിൽ കൂടുന്ന ഒരു ധ്യാനമായിട്ട് മാറണം. എത്രത്തോളം കൂടണമെന്ന് ചോദിച്ചാൽ അതിന് പൗലോസ്ലീഹ ഒരു മറുപടി നൽകുന്നുണ്ട്. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും വ്യക്തിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ സാധിക്കാത്ത അവസ്ഥയിൽ യേശുവുമായി ബന്ധത്തിൽ വ്യക്തിപരമായി ആഴപ്പെടുന്ന ഒരു ബന്ധം ഈ ധ്യാനത്തിലൂടെ സ്വായത്തമാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ
അഭിഷേകം ചെയ്യട്ടെ. ആമേൻ. ജോൺ പോൾ II യഥാർത്ഥ മരിയഭക്തിയെക്കുറിച്ച് പറഞ്ഞ ആ മരിയഭക്തിയിൽ ആരംഭിക്കാം. ജോൺ പോൾ II പറഞ്ഞത് ശ്രദ്ധിച്ചോ? സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുള്ള ക്രൈസ്തവ ജീവിതത്തിൻ്റെ തീർത്ഥാടനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയായി തീരുന്നതായിരിക്കണം യഥാർത്ഥ മരിയഭക്തി. ഇന്ന് നിങ്ങളും ഞാനും വളരേണ്ടത് ഈ മരിയഭക്തിയിലായിരിക്കണം. അല്ലാതെ മണ്ണും മണ്ണിൻ്റെ ആവശ്യങ്ങളും മണ്ണിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് മണ്ണിനപ്പുറത്തേക്ക് നോക്കാൻ സാധിക്കുന്ന വിശ്വാസ ദൃഢതയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. എന്ന് വെച്ചാൽ നിത്യജീവൻ ലക്ഷ്യം വെച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. അതുകൊണ്ട് മണ്ണിൽ നിന്നും കണ്ണെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വേൾഡിലെ എക്സ്പെൻസീവ് കാർ ലംബോർഗിനി പുതിയൊരു കാർ ഉണ്ടാക്കി. ദാറ്റ് കോസ്റ്റ് അറൗണ്ട് 1.75 crore. ഇന്ത്യയിൽ വന്നാൽ പ്ലസ് 35 or 40% ടാക്സ്. അവർക്കൊരാഗ്രഹം, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ദി ഫസ്റ്റ് കാർ കൊടുക്കണം. പോപ്പ് സ്നേഹത്തോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടും അത് സ്വീകരിക്കാൻ തയ്യാറായി. വത്തിക്കാൻ സ്ക്വയറിൽ കാറെത്തി, അതിൻ്റെ ഓണറും കുടുംബമൊക്കെ വന്ന് അങ്ങനെ ലംബോർഗിനി കാർ ഇതാ നിൽക്കുന്നു. പോപ്പ് അടുത്ത് നിൽക്കുന്ന സെക്രട്ടറിയോട് പറഞ്ഞു, ഗെറ്റ് മീ എ പെർമനൻ്റ് സ്കെച്ച് പെൻ. ഒരു പെർമനൻ്റ് സ്കെച്ച് പെൻ കൊണ്ടുവന്നു. ആ വെളുത്ത കാറിൻ്റെ മുകളിൽ പോപ്പ് ഫ്രാൻസിസ് എന്ന് സൈൻ ചെയ്തു. എന്നിട്ട് വീണ്ടും സെക്രട്ടറിയോട് പറഞ്ഞു, സെൽ ഇറ്റ് ഓഫ് എന്നാണ് പറഞ്ഞത്, വിൽക്കുക. വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഇറാഖിൽ ദുരിതമനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാണ് പോപ്പിൻ്റെ കൈ വിരലുകളെ കുറിച്ച് ആരോയുടെ എഴുതി അലിവിൻ്റെ വിരലുകൾ എന്ന്. നിങ്ങളുടെയും എൻ്റെയും വിരലുകൾ എന്താണെന്ന് ഒന്ന് ആത്മപരിശോധന ചെയ്യണം. പരിശുദ്ധ കന്യകാമറിയം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലിവിൻ്റെ വിരലുകളായി തീരുക നമ്മുടെ കൈവിരലുകൾ. അതാണ് അമ്മയിൽ നിന്നും പഠിക്കേണ്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഗുണം. ആമേൻ. പുറകെ പറ ആമേൻ. ഇനി കുറേ ഗുണങ്ങളുണ്ട്. ശിമയോൻ അമ്മയുടെ കൈകളിൽ നിന്ന് യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ അതിൽ പ്രവചിച്ച 2 പ്രവചനങ്ങളിൽ ഒരു പ്രധാന പ്രവചനമാണ് എന്ത്? വിജാതീയർക്ക് വെളിപാടിൻ്റെ അടയാളമാണ് ക്രിസ്തു. ഞാനിവിടെ ഇരിക്കുന്നവരോട് ഒറ്റ ചോദ്യമാണ് ചോദിക്കുന്നത്. എത്ര ക്രൈസ്തവർ നിങ്ങളുടെ ജീവിതം കണ്ട് ക്രിസ്തുവിലേക്ക് വന്നിട്ടുണ്ട്? എത്ര അക്രൈസ്തവരോട് നിങ്ങളുടെ അതാണല്ലോ ഈശോ പറഞ്ഞത്, നിങ്ങളെ കാണുന്നവർ എന്നെ കാണട്ടെ എന്ന്. കാണുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് ഒരു വെല്ലുവിളിയാണ്. ആമേൻ. ഇന്നറിയാം, 100-ലേറെ ധ്യാന കേന്ദ്രങ്ങളുള്ള ഒരു സംസ്ഥാനത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഞാൻ 25 കൊല്ലമായി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഈ ആഗോള കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ 52-ാം വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ പോപ്പ് ഫ്രാൻസിസ് 50-ാം വർഷത്തിൽ ലേറ്റി കമ്മീഷൻ ലീഡേഴ്സിനോട് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള വചന ശുശ്രൂഷകർക്ക് വേണ്ടി ഒരു ധ്യാനം ക്രമീകരിക്കാൻ പറഞ്ഞ് അങ്ങനെ ലേറ്റി കമ്മീഷൻ പ്രാർത്ഥിച്ചു. പോപ്പ് ഫ്രാൻസിസ് ഈ കരിസ്മാറ്റിക് നവീകരണ ധ്യാനങ്ങളിലൂടെ 22 ഏഷ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന 5 അത്ഭുതങ്ങളെക്കുറിച്ച് അവരോട് പങ്കുവെച്ച് ഈ 5 അത്ഭുതങ്ങൾ 22 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡേഴ്സിനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ധ്യാനം ക്രമീകരിക്കാൻ പറഞ്ഞു 2 കൊല്ലങ്ങൾക്ക് മുൻപ്. ലേറ്റി കമ്മീഷൻ വത്തിക്കാനിലിരുന്ന് പ്രാർത്ഥിച്ചു, ആത്മാവേ, ഈ ധ്യാനം എവിടെ വെച്ചാണ് നടത്തേണ്ടത്? 100 ധ്യാന കേന്ദ്രങ്ങളുള്ള കേരളം വേണോ? വേണ്ട. ഇന്ത്യ വേണോ? വേണ്ട. അമേരിക്ക വേണോ? വേണ്ട. ഒരു ധ്യാനകേന്ദ്രം ഇല്ലാത്ത ഇന്തോനേഷ്യയിൽ വെച്ചാണ് അവർ നടത്തിയത്. എന്തൊരു വൈരുദ്ധ്യം! മുസ്ലിം രാജ്യം ലോക ജനസംഖ്യയിൽ 4ാമത് നിൽക്കുന്നു. 10 കൊല്ലം കഴിയുമ്പോൾ അമേരിക്കയെ കടത്തിവെട്ടി അത് 3ാം സ്ഥാനത്തെത്തുമെന്നാണ് പുതിയ സെൻസസ്. അങ്ങനെ ആ ഇന്തോനേഷ്യയിലെ സുരഭിയ എന്ന സിറ്റിയിൽ വെച്ചാണ് 8 ദിവസത്തെ ധ്യാനകേന്ദ്രം ഇല്ലാത്തതുകൊണ്ടൊരു 5 സ്റ്റാർ ഹോട്ടൽ അവർ എടുത്തു. അതിനകത്താണ് ചാപ്പലും കുർബാനയും ആരാധനയും കൊന്തയൊക്കെ. 300 പേര്, 22 ഏഷ്യൻ രാജ്യങ്ങൾ, ബിഷപ്സ്, വൈദികർ, സിസ്റ്റേഴ്സ്, അൽമാര്. ഇന്ത്യൻ മഹാരാജ്യത്തിൽ നിന്നും ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. എന്തോ ഒരു വിളി. ആ വിളി എന്തെന്ന് പിന്നീട് മനസ്സിലാവും. 8 ദിവസം വളരെ മനോഹരമായിരുന്നു. അതിലും പോപ്പ് 5ാമത്തെ അത്ഭുതം പറഞ്ഞത് ഇതാണ്:
ഒരുപാട് അക്രൈസ്തവർ ഇന്ന് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നു. തർക്കമുണ്ടോ? മിണ്ട്. പിന്നെന്താ ഉള്ളത്? ചിലർക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ഭയങ്കര അസൂയുണ്ട്. ഗെത്സമനിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഈ അസൂയ എന്നത് ഒരു അംശം പോലും നിങ്ങളുടെ കണ്ണുകളിലില്ല. അതുകൊണ്ട് ഈ അൾത്താരയിൽ നിന്ന് ഞാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്, അക്രൈസ്തവർ ക്രിസ്തുവിനെ പ്രഘോഷിച്ചോടുന്നത് കാണുമ്പോൾ അസൂയ ഇല്ലാത്ത നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്ത അസൂയ കൊണ്ട് നിറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. എൻ്റെ ബ്രദർ ഇതൊക്കെ വിട്ടുപോകാൻ വേണ്ടിയിട്ട് മെനക്കെട്ട് ഇവിടെ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരാൾ നിന്ന് പ്രാർത്ഥിക്കും. നല്ല അസൂയാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ഈ ഗുഡ് കൊളസ്ട്രോൾ ബാഡ് കൊളസ്ട്രോൾ ഉള്ളതുപോലെ ഈ അസൂയയിൽ ഗുഡ് അസൂയയും ബാഡ് അസൂയുണ്ട്. ഇത് ഗുഡ് അസൂയ ആണ്. റോമർ 10:19 മോശയിലൂടെ ദൈവം പറഞ്ഞു, ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളിൽ ഞാൻ അസൂയ ജനിപ്പിക്കും.